മലയാള സിനിമയ്ക്ക് ചിരിയുടെയും ചിന്തയുടെയും പുതിയ ഭാഷ്യം ചമച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ ജന്മദിനമാണിന്ന്. 3.5 ദശകത്തോളം ചലച്ചിത്രത്തിന്റെ സർവ്വമേഖലയിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. തട്ടാൻ ഭാസ്കരൻ ശ്രമിച്ചത് മലയാളികളുടെ മനസ്സെടുത്ത് ഉരുക്കി പൊന്നാക്കി തിരിച്ചുതരാനാണ്. ചിലത് പൊന്നായിട്ടുണ്ടാകാം, എല്ലാം ആകുകയില്ല താനും. പക്ഷേ ആ മനസ്സുകൾ അത്രയും ഒരേ മനസ്സായി ഉരുകിക്കൊണ്ട് ശ്രീനിവാസനെ ഓർക്കുകയാണിന്ന്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID-യാണ് ഞാൻ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം, പ്ലീസ്. കൊല്ലും ഞാൻ, കൊല വിളിക്കും. പിടിക്കടാ ഇവനെ, അനങ്ങിപ്പോരുത്. അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും, ഞാനും ചാവും. നീ ചത്തോ? അതിൽ എന്നെ കൊല്ലുന്നെന്തിനാ? ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ല എന്നല്ലേ? വേണ്ട, എനിക്ക് അവളെ വേണ്ട. എനിക്ക് അമ്മാവന്റെ ചോര മതി, ചൂട് ചോര. നീ കത്തി താഴെ. അക്ഷരങ്ങൾ കൊണ്ട് ചിന്തിപ്പിക്കുകയും അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുകയും ചെയ്തൊരാൾ. സമ്മാനിച്ചത് വെറും സിനിമകളല്ല, ജീവിത പാഠങ്ങളാണ്. ചിരിപ്പിച്ചും ചിന്തകളിൽ തീ കോരിയിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിച്ചു. മലയാളിയുടെ ഉള്ളിലെ ഓരോ വേദനകളും പ്രതിഫലിപ്പിച്ചു. അശോക് രാജിനെ കാണാൻ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടു പോകാൻ മടിക്കുന്ന മക്കളോട് ദേഷ്യപ്പെടാതെ ചുണ്ടിന്റെ കോണുകൊണ്ടു മാത്രം ഒരു നിമിഷമൊന്ന് ചിരിക്കുന്ന ബാർബർ ബാലന്റെ ചിരി ചിരിക്കാൻ പഠിപ്പിച്ചു. സമൂഹത്തിന്റെ നേർക്കാഴ്ചകളെ പരിഹാസത്തിന്റെ മേമ്പൊടിയോടെയാണ് അവതരിപ്പിച്ചത്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. ഓരോ കഥയും കഥാപാത്രങ്ങളും നമ്മുടെ സാമൂഹിക പരിസരങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവ ജീവിതത്തിന്റെ ആഴമുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടും സത്യസന്ധമായ അവതരണം കൊണ്ടും വേറിട്ടു നിന്നു എല്ലാ കാലത്തേക്കും. 1970 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ശ്രീനിവാസൻ സിനിമകൾ ആ കാലത്ത് ജീവിച്ചവർക്ക് വിരസമാകുമായിരുന്ന ഒരു കാലത്തെ രസകരമാക്കി മാറ്റി. അതു കഴിഞ്ഞും ആ സിനിമകൾ എന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു. തിരക്കഥാകൃത്തെന്ന നിലയിൽ 1980കളിലും 90കളിലും മലയാള സിനിമയിൽ റിയലിസ്റ്റിക് കഥാപാത്രങ്ങൾ, നർമ്മം നിറഞ്ഞ സംഭാഷണങ്ങൾ, സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീനിവാസൻ ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. മധ്യവർഗ ജീവിതം, കാപട്യം, രാഷ്ട്രീയം, മനുഷ്യബന്ധങ്ങൾ, നർമ്മവും ആക്ഷേപഹാസ്യവും വെച്ച് അദ്ദേഹം തിരക്കഥകൾ എഴുതി. മൂർച്ചയുള്ള എഴുത്ത്, സ്വാഭാവിക അഭിനയശൈലി, ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ എന്നിവ ചേർന്നു വരുന്നത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതകളായി. മുറിവുകളും പോറലുകളും ഉണ്ടാവും, മുറിവുകൾ താനേ ഉണങ്ങും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മുറിവുകൾ നമ്മളായി തന്നെ മാറ്റണം. ടേക്ക് കെയർ. 5 പതിറ്റാണ്ടായി മലയാള സിനിമയുടെ കലാപരവും ബൗദ്ധികപരവുമായ സമ്പന്നതയുടെ മുഖമായാണ് അതുവഴി ശ്രീനിവാസൻ മാറിയത്. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. എല്ലാം പരിത്യജിച്ചോ? ഗുരുവേ നമഃ. എങ്ങനെയോ ഗുരുസന്നിധിയിൽ എത്തിപ്പെട്ടോ? ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു? ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു? ഗുരുവേ നമഃ. അത്ര തന്നെ. നിങ്ങളുടെ തട്ടിപ്പ് തരയൊന്നും എന്റെ വീടിന് മുമ്പ് വെച്ച് വേണ്ട. ശംഖ് കൊടുപടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത? നിൽക്കവിടെ. പഴയ തലമുറയുടെ ആത്മാർത്ഥതയും പുതിയ തലമുറയുടെ വ്യാജ പ്രബുദ്ധതയും വലിച്ചു വെളിയിലിട്ട് ശ്രീനിവാസൻ വിട പറഞ്ഞത് 2025 ഡിസംബർ 20-നാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആശയങ്ങളെ സ്വതന്ത്രമായി അവതരിപ്പിക്കാൻ കഴിയണം. ശ്രീനിവാസൻ പകർന്നു തന്നത് അത്ര ചെറിയ അനുഭവങ്ങളല്ല. ആ അനുഭവങ്ങൾ അത്രയും കഥകളാക്കി നമുക്ക് ജീവിച്ചു പോകാൻ പാകത്തിൽ വാരിക്കോരി തന്നു. എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകൾ, ഓരോ സിനിമയിലും നമ്മളല്ലേ ഈ കഥാപാത്രങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സാധാരണക്കാരന്റെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം സൂക്ഷ്മമായി ചിത്രീകരിച്ചു. മലയാള സിനിമയല്ല, മലയാളവുമല്ല, മനുഷ്യനുള്ളിടത്തോളം കാലം മരണമില്ലാതെ ശ്രീനിവാസൻ ഒരു ഇതിഹാസമായി നമ്മിൽ തുടരാതിരിക്കില്ല.
UTV ന്യൂസ്, പാലക്കാട്.